സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നിയല്ലേ? ഞങ്ങൾക്കും തോന്നുന്നുണ്ടത് കുറച്ച് നേരം എടുത്തോണ്ടില്ലേ? തോന്നില്ല, എന്തോ ഒരു നെഗറ്റീവ് പ്രേത ഭൂത പിശാച് അങ്ങനത്തെ സാധനമൊക്കെ പറയുന്ന പോലെ. ഈ ഒരു ടൈമിന്റെ ആണോ എനിക്കറിയത്തില്ല, രാത്രി ആയതുകൊണ്ടായോ മേ ബി. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. പേടിയുണ്ടോ? നമ്മുടെ ഇതൊക്കെ എന്തോ ഇങ്ങനെ മാറി വരുന്ന പോലെ തോന്നില്ലേ? മാറി വരുന്നുണ്ട്. സീരിയസ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഊഞ്ഞാലാടല്ലേ? റോപ്പ് ഡാൻസ് കളിക്കുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ നിന്ന് എന്തോ നടന്നു വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു guys. എന്തോ സംഭവിക്കാൻ പോകുന്നതാണല്ലോ, നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ. മനുഷ്യ, നിങ്ങൾ ഒറ്റൊരാള് കാരണമാണ് നമ്മുടെ കൊച്ചിന്റെ മേത്ത് ഇപ്പൊ ബാധ കയറിയത്. ഞാൻ തോന്നിയത് നിങ്ങൾ എന്തോ ചെയ്തെന്നോ. ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞതാണ് കണ്ണി കണ്ട സിനിമാക്കാർക്കൊന്നും ഈ വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവസാനം സിനിമയിൽ ചാൻസ് കിട്ടാതായപ്പോ അവൻ ഇവിടെ കെട്ടി തൂങ്ങി അങ്ങ് മരിച്ചു. ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ മോളുടെ മേത്ത് ഓരോ സിനിമാ ബാധയായിട്ട് കയറിക്കൊണ്ടിരിക്കുക. അയ്യോ ചേട്ടാ, ഇതെന്താ ഈ വെള്ളിയാഴ്ച മാത്രം നമ്മുടെ മോളുടെ മേത്ത് ബാധ കയറുന്നേ? എടി, ഈ വെള്ളിയാഴ്ച പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നേ. പക്ഷെ എന്റെ സംശയം ഇതൊന്നല്ല, ഈ ബാധ എന്താ എന്റെ മേത്ത് കയറാത്തെ? എടി, ഒരു ബാധയുടെ പുറത്ത് വേറൊരു ബാധ കയറൂലടി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനേ? ഞാൻ ആ വെള്ളിയാഴ്ചക്കാരനെ വിളിക്കട്ടെ. പിന്നെ ശനിയാഴ്ചക്കാരെ അണ്ണാച്ചേപ്പടി ഞാൻ അരിക്കലത്തിലാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെയാണ് വെള്ളിയാഴ്ചക്കാരൻ. അതല്ല, നമ്മളുടെ മോളുടെ മേത്ത് ബാധ കയറുമ്പോ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു വെള്ളിയാഴ്ച കാവിലെ കൂടോത്രക്കാരനില്ലേ, അങ്ങനെ വിളിച്ചാലോന്ന്. പിന്നെ ഞാൻ വിളിക്കൂല. എന്താ? കൂടോത്ര മന്ത്രവാദം പറഞ്ഞ സ്വത്തിന്റെ പകുതി അടിച്ചോണ്ട് പോയി. ഇപ്പൊ സെറ്റിട്ട് ഈ വീട് മാത്രം. പിന്നെ എന്ത് ചെയ്യാനാ? എടി, ഞാൻ വേറൊരാളെ വിളിച്ചിട്ടുണ്ട്. അയാള് ഓജോ ബോർഡിലല്ല ഓജോ ബോർഡിൽ എടുത്തോളാണ്. നിസാരക്കാരനൊന്നും അല്ല. ഇപ്പൊ വരും, നീ കണ്ടോ? ഒരു മിനിറ്റ് മോളെ. അയ്യോ, എന്തോ ഏട്ടാ നമ്മുടെ മോക്ക് പറ്റിയേ? എടി, എന്റെ മോളല്ല. ഞാൻ മനുഷ്യ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, അതല്ലെന്ന്. എടി, നമ്മളെ മോളുടെ ശരീരത്തിൽ വേറൊരു ബാധ കയറിയിരിക്കല്ലേ. അപ്പൊ അങ്ങനെ വിളി. കുഞ്ഞേ. അയ്യോ മക്കളെ, മക്കളുടെ കൂട്ടുകാരിയുടെ പടം ഉണ്ട് ഇപ്പൊ അമൃത ടിവിയില്, ആകാശഗംഗ. പോയി കാണണ്ട മക്കളെ, ചെല്ല് പല്ലൂട്ടില് പോയി കാണണ്ട. അയ്യോ ഭഗവാനെ, ഒരു വിധം. ആരാ? ഞാൻ ജോജു ജോർജ്. തടി ഓക്കെ, പക്ഷെ താടി കൂടെ ഉണ്ടായിരുന്ന കറക്റ്റ്. എന്തോന്നു? സിനിമാ നടൻ ജോജു ജോർജ്. ഞാൻ സിനിമാ നടൻ ജോജു ജോർജ് അല്ല, ഞാൻ ഓജോ ജോജു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ PhD. ബാധ ഒഴിപ്പിക്കാൻ PhD മനസ്സിലായോ? ഇതാണോ ബാധ? ഇത് ഞാൻ ശ്രീധരൻ കൊടുത്ത് വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയ ബാധ. ഇതിലും വേറൊരു ഐറ്റം അകത്തിരിപ്പുണ്ട്. അതാരാ? രാധാബാധ. നിങ്ങളൊന്ന് ഹിന്ദി പേര് പറഞ്ഞു കളിക്കണം. അതല്ല, എന്റെ മകൾ രാധ, അവളുടെ മേത്താണ് ബാധ. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് അരവിന്ദാക്ഷൻ. എന്നിട്ട് അര വെന്നതായിട്ടും തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കറക്റ്റ് ഫിഗർ, അച്ചടിച്ച് വെച്ച പോലെ. പേരെന്താ? പുഷ്പലത. നിങ്ങൾ പുഷ്പലതയല്ല, നിങ്ങൾ പുഷ്പതല. ഇതൊന്നും തലയിൽ പൂക്കാവടിയാ. പിന്നെ ഈ പുഷ്പലത എന്ന് പറഞ്ഞപ്പോൾ എന്റെ പണ്ടത്തെ കാമുകീന്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഇതിലും സുന്ദരിയായ ഒരു കാമുകി എനിക്കുണ്ടായിരുന്നു. സുന്ദരിയാ? എന്താ? എന്നിട്ടെന്താ? ഇതുപോലത്തെ ഒരു മണഗുണാഞ്ചപ്പം നമ്മളെ കെട്ടിക്കൊണ്ടുപോയി. ചായയോ കാപ്പിയോ? ആമ്പടി കളി. കിഴക്കവിടെ? അരിക്കലത്തിൽ. എന്തോന്ന്? അതല്ല, കിഴക്കവിടെ? കിഴക്കുതോ അവിടെ.
അപ്പോൾ പടിഞ്ഞാറിവിടെ. ദിവ്യോണി തന്നല്ലേ ഇത് ദിവ്യോണിയൊന്നുമില്ല, എനിക്ക് ദിവ്യോണിനെ കണ്ടറിയാം. മനുഷ്യ ദിവ്യോണിയല്ല, ദിവ്യനായ ഉണ്ണീന്ന്. പിന്നെ കിഴക്കതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറന്ന് ഏത് മണ്ടൻ അറിഞ്ഞൂടാത്ത. പിന്നെ പുഷ്പലതേ, നമുക്ക് തുടങ്ങിയാലോ? പുഷ്പലതേ, നീ അകത്ത് പോ, അല്ലെങ്കിൽ അവൻ നിന്നെ ആവഹിച്ചോണ്ടങ്ങ് പോകും. അല്ല, ഒരു നല്ല കർമ്മം നടക്കുമ്പോൾ അതിനടുത്തൊരു പുഷ്പം ഉള്ളത് നല്ലതാണ്. പുഷ്പം ഉള്ളതൊക്കെ നല്ലതാണ്, പക്ഷെ ഇവിടെ ഒരു കരിവണ്ടിന്റെ ഭയങ്കര ശല്യം. നമുക്ക് കാര്യത്തിലേക്ക് അതാരാ ചിരിക്കുന്നേ? എന്റെ മോളാ. ഓ, അകത്തിരുന്ന് കോമഡി മാസ്റ്റേഴ്സ് കാണുമായിരിക്കും അല്ലേ? എടോ, എന്റെ മോളുടെ ശരീരത്തെ ബാധ ഒഴിപ്പിക്കാനാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. സോറി, നമുക്ക് ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് എന്റെ ലാപ്ടോപ്പ്. ഓ, ആരെയില്ലല്ലോ. ഇതാണ് ലാപ്ടോപ്പ്. അതെ, ലാപ്ടോപ്പ്. അപ്പൊ ഇതെന്തോന്ന്? ലാപ്ടോപ്പിന്റെ ടോപ്പ്. അതൊന്നെടുക്കൂ. നിന്റെ കയ്യിലെന്ത് കുരുവാ? ഗുരുവായിട്ടല്ല, എനിക്ക് എന്റെ വയറ് കുനിയാൻ അനുവദിക്കുന്നില്ല. ശരി, ഞാൻ എടുത്തേരാ, അങ്ങടെ നോക്കണ്ട. ഓക്കെ. എനിക്ക് വയ്യ. നാളെ തന്നെ ഒരു ആശാരിയെ വിളിച്ച് വിജാഗരി പിടിപ്പിക്കണം. പിന്നെ ഇതാണ് ഓജോ ബോർഡ്. തുറക്ക്, കണ്ടു നോക്ക്, തുറക്ക്. വേഗം തുറക്ക് മനുഷ്യ, അങ്ങോട്ട് എങ്ങനെയും ഒഴിപ്പിച്ച് നിവർത്ത്. കാട്, പുഴ, മല, വളയഞ്ചിറങ്ങര LP സ്കൂള്. അയ്യോ അയ്യോ, ഞാനേ ഓജാ ബോർഡ് പറഞ്ഞ എന്റെ കൊച്ചിന് ചാർട്ട് പേപ്പർ എടുത്തോണ്ട് ഇപ്പൊ തല തീർച്ചയായും ഓജോ ബോർഡ് കൊണ്ട് സ്കൂളിൽ പോയി കാണും. അവിടെ ചെന്നി എത്രയോ പ്രേതങ്ങളെ തുറന്നു വിടുവോ ആവോ. പേടിക്കണ്ട, ഓജോ ബോർഡ് വരുവൊക്കെ ചെയ്യും. കാണണം. ഓജോ ബോർഡ് വരട്ടെ. ദാ നോക്ക്. വരൂ നേരെ. വരൂ. കണ്ടോ, ഓജോ ബോർഡിൽ PhD എടുത്തവനാണ് ഈ ജോജു ജോർജ്. അപ്പോ ഒരു എടുക്കണ്ട. നീ ഓജോ ബോർഡിൽ എന്തോന്ന് എടുത്തത്? PhD. ഓജോ ബോർഡിൽ PhD എടുത്തവ എന്റെ അടുത്തൊന്ന് കെഞ്ചനുണ്ട. എന്തുവില്ല കരയുന്നേ? എന്തു പറ്റി? അതെ, എങ്കിൽ നമുക്കിത് തുടങ്ങിയാലോ? ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്, ഗുഡ് സ്പിരിറ്റ്. പതുക്കെ കടന്ന് കീറ്. അപ്പുറത്തെ എക്സൈസ് ഉദ്യോഗസ്ഥനാ. ഇവിടെ വല്ല സ്പിരിറ്റ് കച്ചവടം എന്ന് പറഞ്ഞ് കയറി വരും. തുടങ്ങിയാലോ? തുടങ്ങാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ആരാണ് നീ? പറയൂ. ഞാൻ ആകാശഗംഗ. അപ്പൊ ആകാശഗംഗ സിനിമയിലെ പ്രേതമാണല്ലേ? പോകൂ, ഒഴിഞ്ഞു പോകാൻ. ഞാൻ പോകില്ല. ഒഴിഞ്ഞു പോകാൻ. ഞാൻ പോകില്ല. നീ പോകില്ല അല്ലേ? ഗുഡ് സ്പിരിറ്റ്, ഒഴിഞ്ഞു പോ. മക്കളെ, മോളുടെ മേത്തുള്ള ബാധ ഒഴിഞ്ഞ മോളെ. അതോട്ടല്ലേ, അതോട്ടല്ലേ. അയ്യോ, ചേട്ടാ, ചേട്ടാ, കൊച്ചിന്റെ മുകളിലുണ്ടായിരുന്ന ബാധ എല്ലാം പോയേ. ഇനി ആ ബാധ എങ്ങാനും കറങ്ങി വീണ്ടും അവളുടെ മേത്ത് തന്നെ വന്ന് കേറുവോ? എങ്ങാനും കറങ്ങി വന്ന ഞാൻ പൂട്ടും അവനെ. മണിച്ചിത്ര താഴിൽ ഞാൻ പൂട്ടും. ചേട്ടാ, നമ്മുടെ മോളുടെ മേത്തുണ്ടായിരുന്ന ബാധ ഇങ്ങേന്റെ മേത്ത് കയറിയെന്ന് തോന്നുന്നു. അയ്യോ, നീ ആരാ? ഞാൻ മാണിക്യം, മാണിക്യം. തള്ളേ, കലിപ്പ് തീരുന്നില്ലല്ലോ. ചില കളികൾ കാണാനും ചില കളികൾ കാണിച്ച് പഠിപ്പിക്കാനും. അയ്യോ, മോനെ ദിനേശ, നീ ഇറങ്ങി പോടാ.
ഞാൻ പോവില്ല. എടിയാ കമ്പിങ്ങ ഞാൻ പോവില്ല പോവില്ല പോവില്ല. ഇപ്പൊ കാണിച്ചു തരാ നീ പോണത്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. പോവൂലല്ലേ? നീ എതുക്കടാ അമ്പി അടിച്ച? അയ്യോ തലലേടാ. அந்த 5 கொலை அந்த 5 கொலை நான் தான். ഇതടല തലലേടാ തലലെ പ്ലീസ് തലലേടാ. അപ്പൊ അത് ശരി. എവന്റെ ശരീരത്തിൽ 2 പാത കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2നെ ഞാൻ കാണിച്ചു തരാം. എല്ലാം പറഞ്ഞ പോലെ. മനുഷ്യ ഇങ്ങോട്ട് വന്നാൽ അവിടെ പോണ്. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. നിങ്ങളിപ്പോ പോണ്ട. അതെന്താ ഞാൻ പോയാല്? അതെന്താ ഞാൻ പോയാലെന്ന്? നിങ്ങളിപ്പോ പോണ്ടാന്ന്. വിട മാട്ടേ. നീ എങ്കിൽ വിട മാട്ടേ. അയ്യോക്കെ നായേ, ഇന്ന് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഹോകാരനടൻ മാറ്റിടുവേ. എടാ എന്നതാടാ ഇവിടെ നടന്നത്? ആ ബാബേ കുഞ്ഞേ. അല്ല ഇവിടെ നടന്ന മാജിക് ആണ് എനിക്ക് മനസ്സിലാവാത്തെ. അത് ടെക്നിക്. അത് കറക്റ്റ് ഒന്നുകൂടെ വന്ന് ചെയ്യുന്നേ. ഇത് കറക്റ്റ് എന്നിൽ ഇങ്ങനെ വെക്കുക. അതെന്റെ മന്ത്രമാണ്. ഓം ക്രീം നീങ്ങട്ടെ. നോക്ക് നീങ്ങി. ഉണ്ട്താ കണ്ടു അഖില വാ വാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗുഡ് സ്പിരിറ്റ്. പറ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നീങ്ങട്ടെ. നീങ്ങുന്നുണ്ടല്ലോ. അതെ എനിക്ക് നമുക്ക് നോക്കാം. 1 2 3 സ്റ്റാർട്ട്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ. വാ. ഇതാണ് ഞങ്ങളുടെ ഗുഡ് സ്പിരിറ്റ്. സത്യം പറഞ്ഞാലോ ഒരു മിനിറ്റ്. ഇത് ഗുഡ് സ്പിരിറ്റ് സ്പിരിറ്റ് കച്ചവടക്കാരനല്ലേ? ഞങ്ങളുടെ മോജോ ബോർഡിന്റെ പിറകിൽ ആർട്ടിന്റെ വലിയൊരു പങ്കുണ്ട്. സ്വന്തം കല്ലേഷ് പക്ഷെ ഇത്രയും സമയം ഇതിന്റെ ഉള്ളിൽ ചുരുണ്ടിരുന്ന കലേഷേട്ടന് വേണം നല്ലൊരു കൈ. അപ്പം ഗുഡ് കലേഷ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. നമ്മളൊക്കെ യക്ഷികളാവാന്ന് വിചാരിക്കാം. യക്ഷിയാവാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന? ചോര കുടിക്കും. ഓക്കെ, ആരുടെ ചോര കുടിക്കും? ഞാൻ ഏതെങ്കിലും ഒരു പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡ് ഉള്ള ചോര കുടിക്കും. എന്റെ ബി നെഗറ്റീവാ, ഭയങ്കര റെയർ ബ്ലഡ് ഗ്രൂപ്പാ. അപ്പൊ നാട്ടില് ഈ നമ്മുടെ ക്ലബിന്റെ യൂത്ത് ക്ലബ്ബ് വരുമ്പോഴൊക്കെ രക്തദാനം വരുമ്പോ ഇവരെ എന്നെ സെപ്പറേറ്റ് വിളിക്കും. കാരണം ഞാൻ എന്റെ ഒരു കസിൻ ബ്രദർ മാത്രമല്ല, അവൻ ഇവിടെ ഇല്ല, ദുബായിലാ. ബി നെഗറ്റീവ് വേറെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലല്ലോ. എന്നിട്ട് എനിക്ക് എക്സ്ട്രാ ഫ്രൂട്ടി തന്നു വിടും. ആദ്യമൊക്കെ ഞാൻ ഇതിൽ വീണു, പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ട്രാപ്പ്. 5 രൂപയ്ക്ക് ഫ്രൂട്ടി കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. അപ്പം എനിക്ക് പെട്ടെന്ന് നമുക്കൊരു ആവശ്യത്തിന് ബ്ലഡ് കിട്ടത്തില്ല. അപ്പം നിറയെ ബ്ലഡ് ഉള്ള ഒരു ഓ പോസിറ്റീവ് എടുത്തിട്ട് ഈ ബി നെഗറ്റീവ് അങ്ങോട്ട് കൊടുക്കാം. യെസ്, ശ്വേതജി ചോദിച്ചു നോക്കട്ടെ, വാട്ട് വിൽ യു ഡു ഒരു ദിവസം ഒരു ഗോസ്റ്റ് ആവുകയാണെങ്കിൽ? എനിക്ക് തോന്നുന്നില്ല ഞാൻ യക്ഷിയാവുന്നു. ഞാൻ നല്ല ഗുഡ് സ്പിരിറ്റ് ആവും. ഗുഡ് സ്പിരിറ്റ് എന്ത് ചെയ്യും? ആ ഗുഡ് സ്പിരിറ്റ് 3 പറഞ്ഞു. അല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യും. ആരെ ഹെൽപ്പ് ചെയ്യും? ഞാൻ എന്റെ മോളെ ഹെൽപ്പ് ചെയ്യും. മോളെ ഓ അങ്ങനെ. നോബി ചേട്ടാ,
ഈ 2 പല്ലില്ലേ ആയിട്ടിരിക്കണ അത് സ്വർണ്ണ പല്ലാണ്. Wow, that's nice. ഒരു വെറൈറ്റിക്ക് വേണ്ടി. അത് വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് എപ്പോഴും മൗത്ത് വാഷ് കൊണ്ട് കിടക്കും. അത് സാധാരണ ട്രാക്കുള്ള വരുമ്പോഴേ പല്ലി ചോരയല്ലേ, ഇതതില്ല. അപ്പം മൗത്ത് വാഷ് കഴിവണം. അങ്ങനെ നമ്മള് ക്ലീൻ ആയി. ഞാൻ കുറെ എണ്ണത്തിന് നോക്കി വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഇരുട്ട് വാങ്ങി ഞാൻ കൊടുക്കും. സ്പിരിറ്റ് ആക്കി സത്യം എന്റെ ഉള്ളിൽ കുറെ ഇല്ലല്ല കുറെ വർഷത്തെ വൈരാഗ്യ കിടപ്പുണ്ട്, എല്ലാത്തിനെയും പേടിപ്പിച്ച് എല്ലാ കിടക്കും ആശുപത്രി. ആരൊക്കെ നല്ല കാര്യമായിട്ട് പേടിച്ചിട്ടുണ്ട്. അതെ, ഡൈന എന്ത് ചെയ്യും നോക്കട്ടെ. ഞാന് വേറെ നാട്ടിലെ നമുക്കറിയാത്ത യക്ഷികളൊക്കെ ഇല്ലേ, ഭഗവാനേ. യക്ഷന്മാരൊക്കെ ഇല്ലേ, ഈടാ. അവരെയൊക്കെ പോയി പരിചയപ്പെട്ട് company അടിച്ച് ഞാനേ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അസോസിയേഷൻ കാല് നിലത്തുണ്ടോ പറ്റിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം, നിനക്ക് ഈ ഇവിടെ ഉള്ള പരിപാടിയൊന്നും ഇല്ലേ? ഞാൻ ചോദിക്കാണ്, എന്ത് പറഞ്ഞാലും അങ്ങ് അറിഞ്ഞൂടാത്ത കാലഘട്ടവും അങ്ങ് രാജ്യം അറിവിനും അപ്പുറം സഞ്ചരിച്ച് ചിന്തിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യണം. എവിടെയോ കേട്ടോ ഒന്നുകൂടി തിരിച്ച്. യക്ഷി എന്നിട്ട് പറയണ എനിക്ക് യക്ഷിയാവുണ്ടെന്ന്. പറഞ്ഞു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ആ യക്ഷി ചിരി ഒന്ന് ചിരി. ഈ യക്ഷി പേടിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഒന്ന് പേടിപ്പിക്കാം. ഈ യക്ഷിയുടെ ഭയങ്കര ക്യൂട്ടാ. എങ്ങനെയാ യക്ഷി ചിരി എന്താന്നറിയോ? കണ്ടത് എങ്ങനെയാ? നേരെ നോക്കി ചിരിച്ചേ. കാറ്റടിക്കുന്ന മന്ദാരം അടിക്കുമ്പോൾ നമുക്ക് നോക്കാം. ശ്രീവിദ്യ അത് സെൽഫ് എടുക്കും കേട്ടോ. യക്ഷി ചിരി അതായത് ഇങ്ങനെ ഇതാ. ഇത് എണ്ണയിടാത്ത കപ്പിയിൽ വെള്ളം കോരുന്ന സംഭവം. ചേച്ചി നോക്കിയേ. ചേച്ചി നിങ്ങള് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചേട്ടാ എന്റെ ഒരു മാടൻ ചിരിക്കുന്നു. നിങ്ങളെ ശ്രീവത്സൻ ചേട്ടന്റെ പോക്കറ്റിൽ എപ്പോഴും ചുണ്ണാമ്പുണ്ട്. ഇത് കുറച്ചും കൂടെ ഗംഭീരാക്കി തരാൻ വേണ്ടി ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ഒരു ബീജം കിട്ടുകയാണെങ്കിൽ ഒരു യക്ഷിച്ചിരി, പട്ടി, പൂച്ച, വവ്വാൽ എല്ലാം ഇപ്പൊ ഫുൾ പാക്കേജ്. സീരിയസ് ആയി കൊച്ചിനെയും കൊണ്ട് ഓടറാ. സത്യത്തിൽ ചേച്ചി ഓർമ്മയിലാണോ പാലയിലാണോ? കൊച്ചു മേടിക്കുന്ന വിചാരിച്ച് മാറ്റി നിർത്തിയതാ. അത് ഒരു കുഴപ്പമില്ല, നിനക്ക് പേടിയോട് ഒറ്റയ്ക്ക് പോരാ. ഇവിടുന്ന് നോക്കുമ്പോഴേ കലാനിലയത്തിന്റെ രക്തരക്ഷസ് നാടകം കണ്ട പോലെ. ഇവിടെ അങ്ങോട്ടും അങ്ങനെ തന്നെ. നിങ്ങളുടെ പിറകിൽ എന്താ നോക്കി? നീ നോക്കിയില്ലായിരുന്നു അവിടെ? ഇത് കണ്ടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു അവിടെ മാത്രം.